വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഇതുവരെയും ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഒരുമിച്ച് കർത്താവിനെ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചു. അല്പസമയം നാം ദൈവവചനം ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും അല്പസമയം കൂടെ ശ്രദ്ധാലുക്കളായി ദൈവസന്നിധിയിൽ ഇരിക്കണമേ എന്ന് വളരെ വിനയമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ക്രൈസ്തവ സഭയ്ക്കകത്ത് നിരവധിയായ തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഇന്ന് ധാരാളമായി പല സഭാവിഭാഗങ്ങളും നീളുന്നുണ്ട്, പുലർത്തി വരുന്നുണ്ട്. അപ്പോൾ അവയിൽ പലതും ദൈവ വചനത്തിന് അടിസ്ഥാനപ്പെട്ടത് അല്ല, മറിച്ച് മാനുഷികമായ സമ്പ്രദായങ്ങളും ചട്ടക്കൂടുകളും അതിലുപരി സംഘടനകളുടെ വ്യവസ്ഥാപിതമായ നിയമങ്ങളെയും സ്ഥാപിത താല്പര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ചില അനുഷ്ഠാനങ്ങളും ഉപദേശങ്ങളായി ദൈവജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് അനുവർത്തിച്ചു വരുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തിരുവഴുത്തിലൂടെ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മരിച്ചവരുമായുള്ള സംഭാഷണം, മരിച്ചവരുമായി സംസാരിക്കാൻ കഴിയുമോ, ആധുനിക കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന യൂറോപ്യൻ നാടുകളിൽ അവലംബിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അത് ദൈവവചന അടിസ്ഥാനമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ധ്യാനിപ്പാനായി കഴിഞ്ഞു. അപ്പോൾ അവസാനമായി മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചവരോടുള്ള പ്രാർത്ഥന, ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകദേശം ഈ ഭാഗം ഞാൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മരിച്ചവരോടുള്ള പ്രാർത്ഥന, മറ്റൊന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. സാധാരണ നമ്മൾ മരണ വീടുകളിൽ പോകാറുണ്ട്. ആ കുടുംബത്തിൽ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും നല്ലതാണ്. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു സമ്പ്രദായം ഇന്ന് പല ക്രൈസ്തവ സഭകളും എന്ത് ചെയ്യുന്നുണ്ട്, പുലർത്തി വരുന്നുണ്ട്. അത് വേദപുസ്തക വീക്ഷണത്തിൽ ശരിയാണോ? ബൈബിൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതിപാദിക്കുന്നുണ്ടോ? എന്നാൽ ആധികാരികമായി നമ്മൾ പഠിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രത്യേകമായി നമ്മുടെ ഭൂരിപക്ഷ സഭ വിഭാഗങ്ങളാണ് അനുവർത്തിച്ചു പോരുന്നത്. റോമൻ കത്തോലിക്ക, ഓർത്തഡോക്സ് പോലുള്ള സഭകളാണ് ഇങ്ങനെ ഒരു ഉപദേശം ഉണ്ടാക്കി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഏറ്റവും ഉത്സുകരായിരിക്കുന്നത്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, മരണ വീട്ടിൽ പ്രാർത്ഥിക്കുക. ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ട് വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന് കത്തോലിക്ക്, മറ്റൊന്ന് ഓർത്തഡോക്സിലാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആധികാരികമായി പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സംഭവം പോലും, ഒരു വാക്യം പോലും തിരുവെഴുത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഉദ്ധരിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു പുതിയ ഉപദേശം എന്തിരിക്കുന്നത്, ഒരു നവീന ഉപദേശം എന്തിരിക്കുന്നത് ക്രൈസ്തവ സഭയുടെ ഇടയിൽ നുഴഞ്ഞ് കയറിയിരിക്കുന്നത്. അപ്പോ മരിച്ച വീടുകളിൽ കർത്താവ് ചെന്നിട്ടുണ്ട്, രോഗികളായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്,
മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു കല്ലറയുടെ അടുക്കൽ ചെന്ന് നിന്നിട്ടും കർത്താവ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് നിന്നിട്ട് എഴുന്നേറ്റ് വരുവാനാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ തിരുവഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, കല്ലറകളിൽ ഉള്ളവർ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. കേൾക്കുന്നവർ ജീവിച്ച് എഴുന്നേൽക്കും. അത് കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലർ വർഷാന്തര പ്രാർത്ഥനകൾ ക്രമീകരിക്കാറുണ്ട്. മരിച്ചവർക്ക് വേണ്ടി, മരിച്ച വീട്ടിൽ മെമ്മറി പ്രയർ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനൊന്നിനും തന്നെ വേദപുസ്തകത്തിൽ അടിസ്ഥാനപരമായി വാക്യങ്ങളൊന്നും തന്നെ ഇല്ല, ഒരു വാക്യവും ഇല്ല. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിപ്പാൻ ഒരു വേദപുസ്തകത്തിന്റെ ഒരു വേദഭാഗം പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അത് പഴയ നിയമ കാലഘട്ടത്തിലായാലും പുതിയ നിയമ കാലഘട്ടത്തിലായാലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായില്ല. പക്ഷെ മരിച്ചവരെ ഓർത്ത് വിലപിച്ചിട്ടുണ്ട്, മരിച്ചവരെ തൈലം പൂശി ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായോ അവരോട് പ്രാർത്ഥിച്ചതായോ തിരുവെടുത്തിൽ യാതൊരു രേഖയും ഇല്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. തിരുവെടുത്ത് പഠിക്കുമ്പോ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരു ഉപദേശം ദൈവസഭയ്ക്ക് കർത്താവ് നിരവധി ഉപദേശങ്ങൾ ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഒരു ഉപദേശം നമുക്ക് എങ്ങനെയാണ് സ്ഥാപിക്കുവാൻ കഴിയുന്നത്? ഒരു ഉപദേശമായി സഭ അംഗീകരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? നമ്മള് ഇപ്പോൾ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഇങ്ങനെ വിവിധങ്ങളായ ഉപദേശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് സഭയുടെ ഉപദേശങ്ങളാണെന്ന് സമർത്ഥിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ. എന്നാൽ അത് ഉപദേശമാണെന്ന് നമ്മൾ സ്ഥാപിക്കുന്നത് ഏതിന്റെ മാനദണ്ഡത്തിലാണ്, എന്തോതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഉപദേശത്തെ സ്ഥാപിക്കുന്നത്? അറിയാമോ? ഒരു ഉപദേശം നമുക്ക് എങ്ങനെ സ്ഥാപിക്കുവാൻ കഴിയും? അതിന് മാനദണ്ഡമാക്കിയിരിക്കുന്ന എത്ര ഘടകങ്ങളുണ്ട്, എന്തൊക്കെയാണ്? നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ, ഉദാഹരണം നമ്മൾ മാനസാന്തരം, ഈ മാനസാന്തരം എന്നത് അതൊരു ഉപദേശമായി മാറപ്പെടണമെങ്കിൽ ഒന്ന്, അത് കർത്താവ് കൽപ്പിച്ചത് ആയിരിക്കണം. കർത്താവ് ലോകരക്ഷകനായ ക്രിസ്തു മാനസാന്തരത്തെ കുറിച്ച്, മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം. രണ്ട്, അത് അപ്പോസ്തലന്മാർ ആചരിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോസ്തലന്മാർ ആചരിച്ചിട്ടുണ്ടായിരിക്കണം, അഥവാ മാനസാന്തര അനുഭവം പരിശീലിച്ചവരായിരിക്കണം, പ്രായോഗികമാക്കിയവരായിരിക്കണം. മൂന്ന്, ലേഖനങ്ങൾ, ദൈവസഭയുടെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ലേഖനങ്ങളാണ്. മനസ്സിലാക്കണം. ഈ മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ളത് സുവിശേഷ ഭാഗങ്ങളാണ്. ന്യായപ്രമാണ കാലഘട്ടത്തിന്റെ എന്ന് പറഞ്ഞ അവസാനത്തിൽ വന്ന യോഹന്നാൻ സ്നാപകൻ, തുടർന്ന് വന്ന ക്രിസ്തുനാഥൻ, അവരുടെ ശുശ്രൂഷകളാണ് യഥാർത്ഥത്തിൽ ആ സുവിശേഷ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ സഭ സ്ഥാപിക്കപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷമാണ് സഭയ്ക്കുള്ള ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഒരു ഉപദേശം നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ ക്രിസ്തു കൽപ്പിച്ചത് ആയിരിക്കണം. രണ്ട്, അപ്പോസ്തലന്മാർ അത് പ്രമാണിച്ചിട്ടുണ്ടായിരിക്കണം, ആചരിച്ചതായിരിക്കണം. മൂന്ന്, ലേഖനങ്ങളിൽ ആധികാരികമായ ഉപദേശം പ്രസ്തുത വിഷയത്തെ കുറിച്ച് ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സഭയുടെ ഉപദേശമായി നമുക്ക് എന്ത് ചെയ്യാം, അംഗീകരിക്കാം. ഈ മൂന്ന് കാര്യങ്ങളിൽ അധിഷ്ഠിതമല്ലാത്തത് ഉപദേശമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ കാര്യങ്ങൾ പറയാം എന്നതേ ഉള്ളൂ. ഒരു ഉപദേശമായിട്ട് സ്ഥാപിക്കാനായി നമുക്ക് കഴിയത്തില്ല.
നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഉപദേശത്തിൽ പെടാത്തത്. നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉപദേശത്തിൽ പെടാത്തത് ഉണ്ട്. ഈ അടിസ്ഥാനത്തിൽ വേദപണ്ഡിതന്മാർ അംഗീകരിച്ചിരിക്കുന്നത് ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപദേശത്തെ പഠിപ്പിക്കുന്നത്. അത് എല്ലാ ക്രൈസ്തവ തിയോളജിയൻസും ആ നിലയിലാണ് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അതിപ്പോ പരിശുദ്ധാത്മാഭിഷേകമാകട്ടെ, ജ്ഞാനസ്നാനമാകട്ടെ, ഇതെല്ലാം ഈ നിലയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്ഥാപിക്കാൻ. മാനസാന്തരമായിരുന്നാലും കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. ശിഷ്യന്മാർ അത് ആചരിച്ചിട്ടുണ്ട്. സ്വന്തം ലേഖനങ്ങളിൽ വ്യക്തമായ ഉപദേശം പറയുന്നുണ്ട്. സ്നാനപ്പെടണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. യേശു സ്നാനമേറ്റ് മാതൃക കാണിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ലേഖനങ്ങളിൽ സ്നാനത്തെ കുറിച്ച് ഉപദേശമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തമ്പുരാൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ലേഖനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശക്തമായ ഉപദേശമുണ്ട്. അപ്പോൾ ഇത്യാദി കാരണങ്ങളാൽ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അംഗീകരിക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണപ്പെടുന്ന നിരവധി ക്രൈസ്തവ സഭകളിൽ നിരവധിയായ അനുഷ്ഠാനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഒന്ന് ശിശു സ്നാനം, മറ്റൊന്ന് തൈലം പൂശൽ, വേറൊരു പരിപാടിയാണ് കുംഭസാരം, അത് കഴിഞ്ഞ വിഗ്രഹവണക്കം. ഇതെല്ലാം നാമധേയ ക്രൈസ്തവ സഭകളിൽ ആചരിക്കുന്ന ഉപദേശങ്ങളാണ്. മനസ്സിലായോ? എന്തൊക്കെയാണ്? ശിശുസ്നാനം. ഇപ്പോൾ ശിശുസ്നാനത്തെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ തിരുവചനത്തിൽ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അത് ശിശുവിന് വേണമെങ്കിലും എടുക്കാം, മുതിർന്ന വ്യക്തിക്ക് വേണമെങ്കിലും സ്നാനമെടുക്കാം. ശിശുവായിരുന്നാലും അവൻ വിശ്വസിക്കുവാൻ പ്രാപ്തനെങ്കിൽ ശിശുവിന് എന്ത് ചെയ്യാം, സ്നാനം കൊടുക്കാം, അവനോട് സ്വീകരിക്കാം. പ്രായം അതിന് പ്രശ്നമേ അല്ല. തിരുവെടുത്തിൽ അതിനെ കുറിച്ച് ഒരു പ്രായപരിധി വെച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം, ഒരു കുഞ്ഞ് വളരെ ശൈശവം, ബാല്യം, കൗമാരം, ഇങ്ങനെ ആ കുഞ്ഞിന്റെ ബുദ്ധി വളർച്ച, അവന് സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, ശരിയും തെറ്റിന്റെ യാഥാർത്ഥ്യമായ ഒരു നിലപാടെടുക്കുവാനുള്ള കഴിവ് അവൻ വളർന്നു വരുമ്പോൾ കുറഞ്ഞപക്ഷം ഒരു 15 വയസ്സെങ്കിലും പിന്നിട്ടെങ്കിൽ മാത്രമേ ഒരല്പമെങ്കിലും, 15 വയസ്സായാലും ഇന്നത്തെ പിള്ളേർക്കൊന്നും വലിയ പക്വതയൊന്നും ഇല്ല, അല്ലെ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പക്വത, അതിനെ കുറിച്ച് സ്നാനം എന്തിനാണ്, അതിന്റെ ആവശ്യകത എന്താണ് എന്ന് വ്യക്തമായ ഒരു ബോധ്യം വന്നതിന് ശേഷം കൈക്കൊള്ളുന്നതാണ് ഏറ്റവും യുക്തി. നമ്മൾ തല്ലി പഠിപ്പിച്ചോ പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചോ ചെയ്യേണ്ട ഒരു പ്രക്രിയ അല്ല. ഇപ്പോൾ മക്കളുടെ പാപങ്ങളെ, മക്കളുടെ അഗ്രഹങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ മാതാപിതാക്കൾ ഏറ്റുപറഞ്ഞ് കൈക്കൊള്ളുന്നതല്ല സാക്ഷാത്തായ സ്നാനം. ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾ എന്ത് ചെയ്യരുത്, ഇതിനെ അസാൽട്ടായി എന്ത് ചെയ്യരുത്, കാണരുത്. വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ്. അപ്പനവരെ തല്ലി പഠിപ്പിക്കാൻ കാണത്തില്ല, പുരോഹിതൻ പറഞ്ഞിട്ട് കാണത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത്, രക്ഷിക്കപ്പെട്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? സ്നാനപ്പെട്ടതിലൂടെയാണ്. സ്നാനപ്പെട്ടില്ലെങ്കിൽ അവൻ ആരല്ല, രക്ഷിക്കപ്പെട്ടവൻ അല്ല. വേദപുസ്തകം വ്യക്തമായി തെളിവ് തരുന്നുണ്ട്. ഞാൻ തെളിയിക്കാം. അപ്പോ ശിശുസ്നാനം അത് ക്രൈസ്തവ സഭയിൽ അംഗീകരിക്കുന്ന ഒരു ഉപദേശമായി പല ക്രൈസ്തവ സഭകളും സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ശിശുസ്നാനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്തവരെയോ ശിശുക്കളെയോ കർത്താവ് സ്നാനപ്പെടുത്തിയിട്ടില്ല, സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൽപ്പിച്ചിട്ടില്ല, ശിഷ്യന്മാർ അത് ചെയ്തിട്ടില്ല, ലേഖനങ്ങളിൽ അതിനെ കുറിച്ചുള്ള ഉപദേശമില്ല. അതുകൊണ്ട് ശിശുസ്നാനം തെറ്റാണ് എന്ന് നമുക്ക് സ്ഥാപിക്കുവാനായി കഴിയും. രണ്ട്, തൈലം പൂശൽ. എന്താ ഈ തൈലം പൂശൽ എന്ന് പറയുന്നത്? റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അറിയില്ല, കൊച്ചുപ്രായത്തില്ല, മറന്നുപോയി.
പോട്ടെ. അതെ. ഇപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ അവർ തൈലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പൊ അതിന് പ്രത്യേക ഓയിലുകളൊക്കെ അവര് സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഒലിവ് ഓയിലോ അപ്പൊ സമയത്ത് കയ്യിൽ കിട്ടുന്നതൊക്കെ അതൊക്കെ തന്നെ ഓയില്. അപ്പൊ ഈ ഓയില് ഇവരെന്ത് ചെയ്യും, കുപ്പിയിലാക്കി ജപമൊക്കെ ചൊല്ലി അത് കൊടുക്കും. ഇതിനെന്ത് ചെയ്യണം, നെറ്റിയിലോ ഉള്ളിലോ എവിടെയൊക്കെ തോന്നുന്നു അവിടെയൊക്കെ പുരട്ടണം. അപ്പൊ ഇത് തൈലപൂശൻ. ഇത് പൂശിക്കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് എന്തായി, പരിശുദ്ധാത്മാവ് ലഭിച്ചു. വേറെ സ്ഥലം പഠിച്ചാൽ യേശു കർത്താവ് അടുക്കൽ വിളിച്ചിട്ട് ആരെങ്കിലും ഇതുപോലെ പൂശിയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? കുരുടനെ വിളിച്ചു, മണ്ണെടുത്തു, തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ പൂശി ചെന്നിട്ട് കഴുകാൻ പറഞ്ഞു. എണ്ണ എടുത്ത് അവൻ ആരെയും പൂശി നീ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല, ആരെയും അയച്ചില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തൈലപൂശൻ അത് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം, കാത്തിരിക്കണം. അങ്ങനെ അവൻ പെന്തക്കോസ്ത് ദിവസത്തിൽ അവർ കാത്തിരുന്നു. അവർ കാത്തിരുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരുവാനിടയായി. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, എന്നേക്കും ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ അയക്കും എന്നാണ് തമ്പുരാൻ പറഞ്ഞത്. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ ഒരു പൂശലുമില്ലാതെ ആത്മാവിശക്തിയോടെ ഇറങ്ങി വന്നു. അവിടെ ഇരുന്നതിന് ഒരുമിച്ച് അനുഭവപ്പെടുകയായി. അതുകൊണ്ട് ഒരു കാര്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയാം, തൈലപൂശൽ എന്ന് പറയുന്ന പ്രക്രിയ വളരെ ആവശ്യമല്ല. ദൈവവചനത്തിൽ യേശു ആരെയും തൈലപൂശിയിട്ടില്ല. യേശു അത് പഠിപ്പിച്ചില്ല. അത് ശിഷ്യന്മാർ ആചരിച്ചില്ല. ലേഖനങ്ങളെ കുറിച്ച് യാതൊരു ദോഷവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിരവധി ഉപദേശങ്ങൾ നമ്മുടെ ക്രൈസ്തവ സഭയിൽ ചെയ്യുന്നുണ്ട്. കുമ്പസാരം നമുക്കറിയാം. എന്താണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്? ഇതുപോലെ ഒരു കൂട്ടിനകത്ത് കൊണ്ടു നിർത്തും. പാപം ചെയ്ത വ്യക്തി പുരോഹിതന്റെ അടുക്കൽ വരും. ഇവരതിനേക്കാളും കള്ളനാണ്. അപ്പോ വന്ന് ചോദിക്കും എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ജീവിച്ചു, ഓരോന്ന് ചോദിച്ച് പിന്നെ ഇവന്റെ അതിന്റെ പുറകിലായിരിക്കും. അപ്പൊ അതാണ് ഇന്ന് കുമ്പസാര കൂടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ പത്രങ്ങളിൽ കാണുന്നതാണെന്നൊക്കെ. അപ്പോൾ മനുഷ്യരോട് നമ്മുടെ പാപം ഏറ്റുപറയുവാൻ വ്യവസ്ഥ ഇല്ല. പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. അവർക്ക് ഒരു മനുഷ്യരോട് പറയണ്ട, നിങ്ങൾ എത്ര കഠിനമായ പാപിയായാലും ആ പാപം ക്ഷമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കർത്താവിനോട് ഏറ്റുപറഞ്ഞ എത്ര കഠിനമായ, എത്ര കിരാതമായി ലോകം പറയും അത് ഇതിനൊരു ക്ഷമ കിട്ടത്തില്ലെന്ന്. പക്ഷെ യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി അത് നമ്മെ ശുദ്ധീകരിക്കാൻ മതിയായതാണ്. കുമ്പസാരത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, പുരോഹിതന്റെ അടുക്കൽ ചെന്ന് കുമ്പസരിക്കണമെന്നോ പാപം ഏറ്റു പറയണമെന്നോ കർത്താവ് പറഞ്ഞില്ല. ശിഷ്യന്മാർ അത് ചെയ്തിട്ടില്ല. ലേഖനങ്ങൾ അതിനെ കുറിച്ചുള്ള ഉപദേശവും ഇല്ല. അത് വിഗ്രഹമടക്കമായാലും മറിയയുടെയോ യോസേഫിന്റെയോ പുണ്യവാളന്റെയോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനെ വണങ്ങാനൊന്നും തമ്മിൽ അങ്ങനെയില്ല, പറഞ്ഞില്ല. പറയാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് പല ക്രൈസ്തവ സഭകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ വിലയേറിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, കാറ്റിപ്പുറത്തെ ആവശ്യമില്ലാത്തതിനെ എല്ലാം ഇവർ ചുമക്കുവാൻ തുടങ്ങി. ഇത് പെന്തക്കോസ്തിനകത്ത് ഇതുപോലുള്ള നിരവധി ഉപദേശങ്ങൾ ഒന്ന് പറയാം. പെന്തക്കോസ്തിനകത്തുള്ള ഇതുപോലത്തെ ഉപദേശങ്ങൾ അതാ വന്ന് ഒന്ന് നല്ല സൗകര്യം വളർന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കും പോലെയാണ്. നമ്മള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ തട്ടിപ്പാണ്, ഭയങ്കര തട്ടിപ്പാണ്. ഇന്ന് ക്രൈസ്തവ സഭകളിൽ, പെന്തക്കോസ്ത് സഭകളിൽ നിരവധി പരിപാടികൾ
പരിശുദ്ധാത്മാവിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ടെൻഷനുകൾ, ആ പ്രഷർ, ഇതൊക്കെ എന്ത് ചെയ്യും? ഒരു 95% പൊട്ടിച്ചിരിക്കണം. സ്തോത്രം. ഇപ്പോഴേ ചിരി വന്നു തുടങ്ങി. ചിരിയുടെ ആത്മാവിടെ വ്യാപരിക്കുന്നുണ്ടാകും. സ്തോത്രം. അപ്പോ വിശുദ്ധഗിരി എന്ന് നമ്മുടെ ഉപദേശിമാർ ഇവിടെ പറഞ്ഞ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ദൈവദാസനുണ്ട്. നിങ്ങൾക്കറിയാമോ? മനു മേനോൻ അല്ലേ? മനു മേനോൻ അതിന്റെ ഉസ്താദ് പെന്തക്കോസ്ത് മാസ്റ്ററാണ്. ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ഉപദേശത്തിൽ നിന്നവരാണ്. ഇപ്പൊ ഇദ്ദേഹം നല്ല മസിൽ പിടിച്ച് നിൽക്കും, വിളിക്കും, വരും, തുടങ്ങും. ഈ പിള്ളേർ മുമ്പോലെ വരുന്നതിന് മുമ്പ് ചിരിക്കാൻ തുടങ്ങും. ഈ ചിരി അങ്ങോട്ട് വ്യാപരിക്കും. എവിടെ? ബാക്കി നിൽക്കുന്ന എല്ലാത്തിനും ഈ ഭ്രാന്ത് പിടിക്കും. വിശുദ്ധ ചിരി എവിടെ നിന്ന് ഈ ഉപദേശം കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല. കർത്താവ് ആരെയും ചിരിപ്പിച്ചില്ല, ചിരിപ്പിക്കാൻ പ്രത്യേകിച്ച് പഠിപ്പിച്ചില്ല. വചനം കേട്ടാൽ കർത്താവിന്റെ ബലമാണ് നമ്മുടെ സന്തോഷം. സ്വാതന്ത്ര്യം അതുള്ളവർ എന്ത് ചെയ്യും? സന്തോഷിക്കും. വിലാപത്തെ കർത്താവ് അങ്ങനെ ദുഃഖത്തെ ഒക്കെ എന്ത് ചെയ്യും? സന്തോഷമാക്കി നൃത്തമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഉപദേശം അവരെ എന്ത് ചെയ്തില്ല? അടിച്ച് ഏൽപ്പിച്ചില്ല. അത് ശിഷ്യന്മാർ ചെയ്തില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന് വരുന്ന പരിപാടിയാണ് വിശുദ്ധ ഛർദി. വിശുദ്ധ ഛർദി ഇതൊക്കെ ബൈബിളുണ്ടോ? ഇതൊന്നും ബൈബിളിലില്ല. ഒരു കവറെടുത്ത് കൊടുക്കും. നമ്മുടെ ഉപദേശിമാർ കാണിക്കുന്ന പരിപാടികളാണ്. ഇപ്പോ ഒരു കവറെടുക്കും, അല്ലെങ്കിൽ ഒരു കപ്പെടുക്കും, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുക്കും. പിന്നെ മറ്റേ വെളിച്ചെണ്ണ ഒരു കുപ്പി കൊണ്ടുവരും. എന്ത് ചെയ്യും? 2 പ്രാർത്ഥന പ്രാർത്ഥിക്കും. കുട്ടിക്കാൻ പറയും ഒരു മുടക്ക് കുട്ടിക്കും. പിന്നെ പച്ച വെളിച്ചെണ്ണ കുടിച്ച വയറിളകാതിരിക്കുമോ? ഛർദിക്കാതിരിക്കുമോ? അത് ചെയ്തില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. അതിനിപ്പോ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. നമ്മുടെ വൈദ്യരമ്മച്ചി ഒരു കുപ്പി എണ്ണ എടുത്തു കൊടുത്താൽ എന്ത് ചെയ്യും? ഒരു വെളിച്ചെണ്ണ ഒരാൾക്ക് എടുത്തു കൊടുത്താൽ പ്രാർത്ഥിക്കുന്ന പോതില്ലേ? കുടിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥന വേണ്ട. നമ്മുടെ വിശ്വാസികൾ വചന പരിജ്ഞാനമില്ലാത്തവർക്ക് അപ്പോ ആ ദൈവദാസൻ വന്നു പ്രാർത്ഥിച്ചു, ഭയങ്കര വിടുതൽ, എല്ലാം കുടലെല്ലാം കറങ്ങി വരികയാണ്. അത് വിടുതലല്ല, അതൊക്കെ തട്ടിപ്പാണ്. പൈസ ഉണ്ടാക്കാനുള്ള തട്ടിപ്പ്. വചനത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ഞാൻ തിരുത്തി പ്രസംഗിക്കാം. എനിക്ക് അറിയാം, എന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നതിൽ ഒരുപക്ഷെ തെറ്റുകൾ ധാരാളം കാണാം. അങ്ങനെയുള്ള പിശകുകൾ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തിരുത്തണം, കറക്റ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട്. കാരണം ഈ പ്രസംഗപീഠത്തിൽ ഒരിക്കലും ഈ പ്രസംഗപീഠം ഞാൻ എപ്പോഴും കരുതുന്നത് ദൈവത്തിന്റെ ഹൃദയമായിട്ടാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇതിനകത്ത് ദൈവവചനത്തിന് വിരുദ്ധമായി ഒന്നും വരുവാൻ പാടില്ല. ഇവിടെ വിശുദ്ധമായത് മാത്രമേ ഉത്ഭവിക്കുവാൻ പാടുള്ളൂ. വിശുദ്ധമായത് മുമ്പിലിരിക്കുന്ന ജനം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? പ്രാർത്ഥന യേശുവിന്റെ രക്തം ചെയ്യോ ഒന്നും വേണ്ട. അവിടെ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഒന്ന് തുടങ്ങിയ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ആയിക്കോളും. അപ്പൊ ഇതൊക്കെ ഇന്ന് ക്രൈസ്തവ സഭയ്ക്കകത്ത് ഉപദേശമായി കൊണ്ട് നടക്കുന്ന പുള്ളിക്കാരാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ. 95% ഇന്നത്തെ ന്യൂ ജൻ പാസ്റ്റർമാർ തന്നെയാണ്. ഉപദേശമില്ല. സ്തോത്രം. അതുപോലെ അടുത്ത സമയത്ത് പറഞ്ഞ് വേറെ പരിപാടികൾ വിശുദ്ധ ക്ലൈമിംഗ്. വിശുദ്ധ ക്ലൈമിംഗ് മരം കയറുക. ഇതൊക്കെ നിങ്ങൾ നൂതന ഉപദേശം എന്താ കേൾക്കുന്നത്? എന്ന് പറഞ്ഞാൽ അന്ന് സർക്കാർ യേശുവിനെ കാണാൻ എന്ത് ചെയ്തു? കത്തിയിൽ കയറി. ഇന്നൊക്കെ കത്തി കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന പിള്ളേർകളിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചത് കയറി. വിശുദ്ധ ക്ലൈമിംഗ്. ലോകം എങ്ങോട്ട് പോകുന്നു? ക്രൈസ്തവ സഭ എങ്ങോട്ട് പോകുന്നു? ഒരു വല്ലാത്ത പോക്കാണ്. അവരുടെ സ്തോത്രം നമ്മൾ തിരിച്ചറിയണം. പിശാചിന്റെ കൗശലമാണ്, പിശാചിന്റെ തന്ത്രമാണ്. ദൈവജനത്തെ അന്ത്യകാലത്ത് തെറ്റിക്കുവാൻ അവൻ ഉപയോഗിക്കുന്ന അടവ് നയങ്ങളാണ്. അവൻ ഇന്ന് പകൽക്കാലം ദൈവസഭ തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള വ്യാജ മാർഗങ്ങളെ, വ്യാജ ഉപദേശങ്ങളെ നമ്മിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പുടിവാദങ്ങളെ അകറ്റി നിർത്തുക. ദൈവം കൽപ്പിച്ചത്
മാത്രം പ്രായോഗികമാക്കുവാനായിട്ട് അവർ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, അവർ സ്വന്തം ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊക്കെ വചന വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ അവൻ ക്രിസ്തു കൽപ്പിച്ചതായിരിക്കണം, അപ്പോസ്തലന്മാർ ആചരിച്ചതായിരിക്കണം, ലേഖനങ്ങളിൽ ഉപദേശം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ അവർ സ്വാതന്ത്ര്യം ക്രൈസ്തവ സഭകളിൽ നടന്നു വരുന്ന ഇത്യാദി പ്രവർത്തനങ്ങൾ എല്ലാം അവർ സ്വന്തം ദൈവികമെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. എല്ലാം ദൈവോധിഷ്ഠിതമെന്ന് പറയുവാൻ കഴിയത്തില്ല. അതിനകത്ത് കൽപ്പുണ്ട്, ദുരുപദേശങ്ങളുണ്ട്, തെറ്റായ പഠിപ്പിക്കലുകളുണ്ട്, ബിസിനസ്സിനുള്ള മാർഗങ്ങളുണ്ട്, പണമുണ്ടാക്കുവാനുള്ള അവരെ സ്വന്തം പദ്ധതികൾ അതിനകത്തുണ്ട്, ഒത്തിരി വ്യാജ മാർഗങ്ങളുണ്ട്. അത് ദൈവസഭ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഈ ആചാരങ്ങളെല്ലാം, ഈ കുംഭസാരവും വിഗ്രഹമടക്കവും പൗരോഹിത്യവും ഇതെല്ലാം എപ്പോഴാണ് ദൈവസഭയിൽ കയറി വന്നതെന്ന് അറിയാമോ? BC 4-ാം നൂറ്റാണ്ടോടുകൂടെ BC 4-ാം നൂറ്റാണ്ടിൽ AD 4-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്? സഭയ്ക്കകത്ത് കയറുവാനിടയായി. ഇതെല്ലാം പാഗൻ മതം അനുഷ്ഠിച്ചു വന്ന ചില ആചാരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പാഗൻ മതവുമായി ക്രൈസ്തവ സഭ കൂട്ടുചേർന്നു. എന്താണെന്നറിയാമോ? കുസ്തന്തീനോസ്, ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഈ വിഷയം വളരെ ആധികാരികമായി ചരിത്രപരമായി പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോ കുസ്തന്തീനോസിന്റെ മതപരിവർത്തനത്തോടുകൂടെ ഒരു യുദ്ധത്തിൽ കുസ്തന്തീനോസ് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അദ്ദേഹം ക്രൂശിന്റെ ചിഹ്നപ്പെട്ടു. പിന്നെ അദ്ദേഹം ക്രൂശിന്റെ രൂപത്തിലുള്ള ആൾക്കാരൊക്കെ പടയാളികളൊക്കെ നിർത്തി യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധത്തിൽ വിജയിച്ചു. അതോടുകൂടെ കുസ്തന്തീനോസ് പറഞ്ഞു, അവർ ക്രിസ്തീയ മതത്തെ അതുവരെ അവർ ഒതുക്കിയ, ക്രിസ്തീയ മതത്തിൽ പീഡിപ്പിച്ച ക്രിസ്ത്യാനികളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന കുസ്തന്തീനോസ് ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ യുദ്ധത്തിൽ ജയിച്ചതോടെ അദ്ദേഹം ക്രിസ്തീയ മതത്തെ ക്രൈസ്തവ മതമാണ് സ്വാതന്ത്ര്യക്കുന്നു രാജകീയ മതമായിട്ട് അദ്ദേഹം ലോകത്തിൽ പ്രഖ്യാപിക്കുവാനിടയായി. മുഴു ലോകവും അതിനെ അംഗീകരിച്ചു. ക്രിസ്തീയ മതത്തിൽ അതുമുതൽ പ്രാധാന്യം വന്നു തുടങ്ങി. അതുമുതൽ ക്രിസ്തീയ മതത്തിൽ ലോകജനത്തെ അംഗീകരിക്കുവാൻ തുടങ്ങി. എല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്ന് അന്ന് കുസ്തന്തീനോസ് കൽപ്പിച്ചതാണ്. അങ്ങനെ അന്ന് ഈ പാഗൻ മതത്തിൽ കിടന്ന സകല ഈ പുരോഹിതന്മാരും എന്തിനെന്നറിയാമോ? സകല പൂജാരിമാരും ഇവിടുത്തെ പുരോഹിതന്മാരായി മാറി. എവിടത്തെ? അന്നത്തെ ക്ഷേത്രങ്ങളിൽ വരുന്ന ബിംബങ്ങളെ മാറ്റി, മഡോണ പോലുള്ള, അർത്തമിസ് പോലുള്ള ദേവികളൊക്കെ മാറ്റി, അതെല്ലാം അവർ കന്യക മറിയമാക്കി, അവർ സ്വന്തം മറ്റുപരലാക്കി തീർത്തു. അവർ സ്വന്തം അതിനകത്തുണ്ടായിരുന്ന ഭാഗം ദൈവങ്ങളല്ല, ഇവരുടെ ദൈവങ്ങളായി മാറി. ആരുടെ? ഇന്നത്തെ ക്രിസ്ത്യാനികളിൽ പലരുടെയും ദൈവങ്ങളായി മാറി. അതിനകത്തുണ്ടായിരുന്ന പൗരോഹിത്യം ഇതിനകത്ത് കയറി വന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ പാഗൻ മതത്തിൽ ഒരു വ്യക്തി ചേരണമെങ്കിൽ തലയിൽ വെള്ളം തളിച്ച് സ്വീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ക്രൈസ്തവ സഭയിൽ മാമോദിസയായി മാറിയത്. ഇന്ന് വെള്ളം തളിച്ച് മാമോദിസ തളിച്ചെത്തിയാണ്, സഭയുടെ അംഗത്വം കൊടുക്കുകയാണ്. നമ്മളിൽ പലരും അത് സ്വീകരിച്ചവരാണല്ലേ. ഞാൻ സ്വീകരിച്ച വ്യക്തിയാണ്. 3 സ്നാനം എടുത്തിട്ടുണ്ട്. ആദ്യം ഓർത്തഡോക്സ് പള്ളിയിൽ തന്നെയാണ് ആദ്യത്തെ സ്നാനം. അത് കഴിഞ്ഞ സ്നാനം CSI പള്ളിയിലാണ്. 3ാമത്തെ സ്നാനമാണ് പെന്തക്കോസ്ത് പള്ളിയിൽ. 3 സ്നാനം എടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോ നമ്മളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ അറിവില്ലായ്മയുടെ സമയത്ത് ഇതൊക്കെ അനുഷ്ഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്ന് ഈ പുള്ളിക്കാരെ കൊണ്ടുവന്ന ഈ പാഗൻ മതത്തിന്റെ ഹെറിഡിറ്ററി പാരമ്പര്യം തുടർന്ന് ദൈവസഭ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അവർ ചെയ്തതല്ല ഇവർ ചെയ്തു തുടങ്ങി. ഒറ്റ വാക്കിൽ പറഞ്ഞ ഏകമധ്യസ്ഥനായ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട്, ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് പരമധ്യസ്ഥന്മാരുടെ പുറകെ കടന്നു പോകുവാനിടയായി. അറിയാം അല്ലേ? ഇവർക്ക് ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്. നമുക്ക് ഇവർക്ക് ആർക്ക്? പുണ്യവാളന്മാരും മറിയയും യോസേഫും പിന്നെ ഗീവർഗീസ് പുണ്യവാളനും, ഇങ്ങനെ ഒത്തിരി പാർട്ടികൾ ഇവർക്ക് മധ്യസ്ഥന്മാരായിട്ടുണ്ട്. പിന്നെ കാണുന്നതെല്ലാം മധ്യസ്ഥൻ. അതിനാണ് ഈ പുരുഷനി പള്ളികൾ അവിടങ്ങളിലായിട്ട് വെച്ച് ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. വെടിതിരി പള്ളികൾ എന്നാണ് പറയുന്നത്. അതെല്ലാം പിൽക്കാലങ്ങൾ വന്നാണ്. നമ്മള് വെളിപ്പാട് പുസ്തകം 17-18 അധ്യായം പഠിക്കുമ്പോൾ ബാബിലോന്യ മതത്തിന്റെ ആധികാരികമായ ചരിത്രം
വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. മാത്രമല്ല ഏക മധ്യസ്ഥൻ അവർ എന്ത് ചെയ്തു? ഏക മധ്യസ്ഥനെ തള്ളിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ പുതിയ നിയമസഭയ്ക്ക് മധ്യസ്ഥന്മാർ ഉണ്ടോ? പുതിയ നിയമസഭയ്ക്ക് മധ്യസ്ഥന്മാരുണ്ടോ? ഇല്ല. ഏക മധ്യസ്ഥനേ ഉള്ളൂ. ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. മധ്യസ്ഥൻ ഒരുവനല്ലോ. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ദിവസത്തിന്റെ ലേഖനത്തിൽ നമ്മൾ പറയും പാസ്റ്ററെ, പിന്നെ എന്റെ വീട്ടില് പാസ്റ്റർ 1 മണിക്കൂർ മധ്യസ്ഥത വഹിക്കാൻ പറയണം. പിന്നീട് അതുവഴി പോകുന്ന വേറെ എന്തെങ്കിലും മധ്യസ്ഥത കണ്ട പാസ്റ്ററെ നിങ്ങൾ 2 മണിക്കൂർ മധ്യസ്ഥത വഹിക്കണം. പിന്നെ 4 പേർക്ക് അപ്പുറത്തുകൂടെ പോകുന്ന വേറൊരു മധ്യസ്ഥരെ കാണും. അവരെ വിളിച്ചോണ്ട് വരും, അച്ചായ കറിയാച്ച എന്റെ വീട്ടിൽ വരണം, ഒരു 3 മണിക്കൂർ മധ്യസ്ഥത വഹിക്കണം. ഇതൊക്കെ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഊടായിപ്പാണ്. ഇതൊക്കെ നമ്മൾ ഇതിന്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഈ കെണിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. പിശാച് ഒരുക്കുന്ന ഒരു ട്രാപ്പാണ്. മധ്യസ്ഥൻ പുതിയ നിയമസഭയ്ക്ക് ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ മധ്യസ്ഥനെ കുറിച്ചുള്ള വേറെയുള്ള ഉപദേശങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു സഭയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു വിശ്വാസിയുടെ ആവശ്യം, ആ സഭ ഏറ്റെടുത്ത ആ വിഷയം കർത്താവിനോട് ഒരുമിച്ച് പറയും, ദൈവം പ്രവർത്തിക്കും. അവിടെ നമ്മൾ എല്ലാവരും ആ വിഷയത്തിന് വേണ്ടി ഒരുമിക്കുകയാണ്, നമ്മുടെ ഹൃദയം ഒന്നിക്കുകയാണ്. ഏക മധ്യസ്ഥനിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തപ്പെടുകയാണ്, ദൈവികപ്പെടുത്തൽ നടക്കുകയാണ്. അവിടെ ഒരു വ്യക്തിക്ക് ശുശ്രൂഷകൻ എന്ന വ്യക്തി അല്ലെങ്കിൽ അതിന് പ്രാർത്ഥന വീട് ചെയ്യുന്നില്ല, അവരെല്ലാം അതിന്റെ പ്രധാനികൾ എന്ന് പറയുന്നത് ദൈവം അതിനായി ഉപയോഗിക്കുന്നു. ഏക മധ്യസ്ഥനായ ദൈവം അവിടെ കുറ്റങ്ങളുമായിരുന്നു. ആ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും ഒരു വ്യക്തിയെ നമ്മൾ സെൻട്രലൈസ് ചെയ്യരുത്, ഫോക്കസ് ചെയ്യരുത്. അത് പരാജയമാണ്. അവിടെ ക്രിസ്തുവിനെ ഉയർത്തുന്നതിന് പകരം നമ്മൾ മനുഷ്യരാരാധന അർപ്പിക്കുകയാണ്. അതൊരു ദൈവമല്ല, ഒരിക്കലും പാടില്ല. ഇന്നയാൾ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം വന്നു, ഇന്നയാൾ എനിക്ക് വേണ്ടി വഴിയിൽ നിന്നോ, അത് അവിടെ നമ്മൾ ദൈവനാമത്തെ എന്ത് ചെയ്യുന്നു? എന്റെ സ്തുതി ഞാൻ മറ്റൊരുത്തരം അറിയത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, ആലോചിക്കുക. കർത്താവിന് മാത്രമാണ് മധ്യസ്ഥൻ, ഒരുവൻ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പലതും ദൈവസഭയ്ക്കകത്ത് നിലവിൽ അന്നത്തെ പാലം മതത്തിലുള്ള ദൈവമാതാവിനെ, അവരുടെ ദൈവമാതാവിനെ ഇവിടത്തെ മാതാവാക്കി മാറ്റി ക്രൈസ്തവ സഭ ആരാക്കി മാറ്റി? കന്യകമറിയമാക്കി മാറ്റി. അവൻ സ്തോത്രം, അവിടുത്തെ ദേവതയുടെ അവൻ ഉത്സവത്തെ ഇവിടുത്തെ ക്രൈസ്തവ സഭ ഈസ്റ്ററാക്കി മാറ്റി. അവൻ സൂര്യദേവന്റെ ജന്മദിനം ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആക്കി മാറ്റി. ഇങ്ങനെ നിരവധി ആചാരങ്ങൾ, നിരവധി അനവധിയായ ആചാരങ്ങൾ ക്രൈസ്തവ സഭയ്ക്കകത്ത് അവൻ നുഴഞ്ഞു കയറുവാൻ പിശാച് തന്ത്രപൂർവ്വം ഭാഗം മതത്തെയും ക്രൈസ്തവ സഭയെയും ഉപയോഗിക്കാനിടയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ കുപ്പിയിൽ കൊണ്ടു നടക്കുവാനുള്ള വിദ്യ പിശാച് പഠിപ്പിച്ചു. ഇങ്ങനെ പലതും എന്ത് ചെയ്തു? ദൈവസഭയ്ക്കകത്ത് കയറി. അത് നിമിത്തം യഥാർത്ഥമായ പരിശുദ്ധാത്മാഭിഷേകം, മാനസാന്തരം, വീണ്ടും ജനനം, വിശുദ്ധ ജീവിതം, രോഗശാന്തി, യഥാർത്ഥമായ ദൈവിക പ്രവചന ദൂതുകൾ, ഇവയെല്ലാം ദൈവസഭ എന്ത് ചെയ്തു? ചവിട്ടിക്കളഞ്ഞു. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണെന്ന് പറഞ്ഞു. പിശാച് അതിൽ വിജയിച്ചു. ഒരു വലിയവരെ വലിയൊരു ഭാഗത്തെ ഇന്ന് ചതിക്കുണ്ടെങ്കിൽ അവർ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവൻ ഇനിയും നിരവധി കാര്യങ്ങൾ അത് സംബന്ധമായി പറയുവാനുണ്ട്. അവൻ സ്വാതന്ത്ര്യം ചെയ്യുന്ന സമയം മുൻപോട്ട് പോയില്ല. പ്രിയമുള്ളവരെ, അവൻ സ്വാതന്ത്ര്യം ചെയ്യുന്ന നമ്മൾ ഇന്ന് കാണുന്ന പലതും തട്ടിപ്പാണ്, പിശാച് കൊണ്ടുവരുന്ന ചില പദ്ധതികൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ അത് ക്രിസ്തു എന്ത് ചെയ്യണം? പഠിപ്പിച്ചത് ആയിരിക്കണം, ക്രിസ്തു കൽപ്പിച്ചതായിരിക്കണം, അവൻ അപ്പോസ്തലന്മാർ ആചരിച്ചതായിരിക്കണം, ലേഖനങ്ങളിൽ ഉപദേശം ഉണ്ടായിരിക്കണം. അല്ലാതെ വരുന്നതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വീകരിക്കരുത്. വഴിയെ പോണ ഒരു ദൈവദാസൻ എന്ന് പറയുകയാണ്, സഹോദരി, നിങ്ങളുടെ വീട്ടിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ജന്മ വെച്ചാൽ അവിടെ വിടുതൽ നടക്കും. തട്ടിപ്പാണ്. ഒരിക്കൽ പറഞ്ഞാൽ മതിയല്ലോ, തട്ടിപ്പാണ്. കാരണം 3 ദിവസം ഇരിക്കുമ്പോ
ഒരു ദിവസം മിനിമം 1500, 1000, 3 ദിവസമാകുമ്പോൾ 3000. നമ്മൾ കഷ്ടപ്പെട്ട് പോലെ പടഞ്ഞോ മനക്കറി വിറ്റോ എന്തെങ്കിലും കഷ്ടപ്പെട്ട് പിന്നെ തൊഴിലുറപ്പിന് പോയോ 2000, 3000 ഉണ്ടാക്കി വയ്ക്കും. 1000 രൂപ മറ്റൊരു പലിശക്കെടുക്കും, എടുത്ത് ഇവന്റെ പൊള്ളയ്ക്ക് ഇട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ കുറച്ച് നേരത്തെ പറയേണ്ടതാണ്. ഒരല്പം ഞാൻ സുലഭമായി ഉപദേശം പറയാം. മൊത്തം നിങ്ങൾ സുഖിപ്പില്ലായിരുന്നു 6 വർഷം. അതുകൊണ്ട് നിങ്ങൾ വചനത്തെ കുറിച്ച് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ സുഖിപ്പിയില്ലായിരുന്നു. ഇതാണെന്ന് ചിന്തിച്ചു. ഉപദേശം എങ്ങനെയാണ്? വചനം പഠിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ പറയാം, പക്ഷെ പ്രസംഗിക്കുമ്പോൾ എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഠിപ്പിച്ചപ്പോൾ അതുകൊണ്ട് ഈ തട്ടിപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ യേശു മരിച്ചവർക്കായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചില്ല. വേദപുസ്തകത്തിൽ ഒറ്റ വാക്യം പോലും അതിനില്ല. അവർ എടുക്കുന്ന ഒരു വാക്യമുണ്ട്. വായിച്ചാട്ടെ, കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 29-ാമത്തെ വാക്യം. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? അപ്പോൾ ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ ക്രൈസ്തവ സഭ അടിസ്ഥാന വാക്യമായി, കുറിവാക്യമായി എടുത്തിരിക്കുന്ന വാക്യമാണ് മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന് എന്ന വാക്യമാണ് അവർ ചെയ്യുന്നത്, എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാക്യം നിങ്ങൾ വായിച്ചപ്പോ അതിനകത്ത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു ചെറിയൊരു പരാമർശം, ചെറിയൊരു വാക്കുപോലും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നതിനെ കുറിച്ച് അതിനകത്തില്ല. പക്ഷേ ഈ പിശാച് ഇവരെ കരങ്ങളിലെടുത്ത് വചനത്തെ കോട്ടി മാട്ടി ഈ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരെ വേദപുസ്തകം വായിക്കാൻ അനുവദിക്കത്തില്ല. ഈ പറയപ്പെട്ട പള്ളിക്കാരൻ ആരെയും പോകുമ്പോൾ വേദപുസ്തകം ഇവരാരെങ്കിലും വേദപുസ്തകം വായിക്കുന്ന കണ്ടോ? ഇല്ല, ഇവർ വായിക്കത്തില്ല. ബൈബിൾ വായിക്കാൻ ഇവരെ അനുവദിക്കത്തില്ല. അവൻ ബൈബിൾ വായിച്ചാൽ ഇവർ സത്യം തിരിച്ചറിയും. മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ വലിയൊരു നവീകരണം നടക്കും, ആളില്ലാതെ പോകും. അതുകൊണ്ട് ബൈബിൾ വായിക്കുവാൻ അനുവദിക്കത്തില്ല, ബൈബിൾ എടുക്കത്തില്ല. ബൈബിൾ വെറുപ്പാണ് ഇവർക്ക്. ആലയത്തിൽ സാധാരണ ശബരിമലയിൽ സന്നിധാനത്തിരിക്കുന്ന ദേവനെ കാണുവാൻ പോകുന്നവൻ പോലും അവൻ എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് അറിയാമോ? അവൻ സ്വന്തം അവർക്കതിന് ലജ്ജയില്ല. ദൈവാലയത്തിൽ പോകുന്ന ക്രൈസ്തവന് അവൻ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ വേദപുസ്തകം കൈയെടുക്കാൻ നാണക്കേടാണ്. വിശ്വാസത്തെ അനുവദിക്കുന്നില്ല. ആ നിലയിലാണ് അവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള അവൻ സ്നാനത്തെ കുറിച്ചാണ് അവർ ആ നിലയിൽ, തെറ്റായ നിലയിൽ പഠിപ്പിക്കുന്നത്. അവൻ സ്വാഭാവിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, എന്റെ വാക്കുകളുടെ നിർത്താം. ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, യേശു കർത്താവ് ആരോടും കൽപ്പിച്ചിട്ടില്ല നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ശിഷ്യന്മാരോട് പറഞ്ഞില്ല നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങൾ ചെയ്യണമെന്ന്. യേശു ചെയ്തു കാണിച്ചില്ല. അനേകരെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്റെ തമ്പുരാൻ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം പിശാച് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രദ്ധിക്കും. ഞാൻ ഒരു വിഷയമാണ് പ്രധാനമായി ഫോക്കസ് ചെയ്തെങ്കിലും അനേക കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി നമ്മുടെ പെന്തക്കോസ്ത് സഭകളും മറ്റു സഭകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി തെറ്റായ പഠിപ്പിക്കലുകൾ നമ്മൾ അതിൽ നിന്ന് ജാഗ്രതയുള്ളവരായിരിക്കും. നമ്മെ വശീകരിക്കുവാൻ, നമ്മെ തകർക്കുവാൻ, അല്ലെങ്കിൽ സിംഹമെന്നപോലെ ചുറ്റിത്തിരിക്കുന്ന ശബ്ദത്തിന്റെ കടത്തിലകപ്പെടാതെ അവൻ പോഷകാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ നമ്മൾ സത്യം ലഭിക്കുവാനായിട്ടിടയാകുക. അഹാബിന്റെ അടുക്കൽ വന്നത് 400 പ്രവാചകന്മാരാണ്. 400 പ്രവാചകന്മാർ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? അഹാബ് യുദ്ധത്തിന് പോകണമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. രാജാവേ, താങ്കൾക്ക് പോകാം, താങ്കൾക്ക് യുദ്ധം ചെയ്യാം, താങ്കൾക്ക് ആദേശം തരുവാൻ പോവുകയാണ്. അപ്പോൾ യഹോശാഫാത്ത് രാജാവ് അഹാബിനോട് ചോദിക്കുന്നു, ഇവിടെ ദൈവത്തിന്റെ പ്രവാചകന്മാരായി ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ പ്രവാചകന്മാരായി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തിയുണ്ട്, അവന്റെ പേരെന്താ? മീഖായാവെന്നാണ്. അപ്പോൾ അഹാബ് പറയുന്നു, അവൻ എന്നെ കുറിച്ച് നല്ലതൊന്നും പ്രവചിക്കത്തില്ല, അവൻ ദോഷമേ പ്രവചിക്കത്തുള്ളൂ.
യഹോശാഫാത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, നീ മീഖായാവിനെ വിളിക്കുക. മീഖായാവിനെ വിളിച്ചു. മീഖായാവ് വന്ന് അവൻ സ്തോത്രം പ്രവചിക്കാൻ തുടങ്ങി. ഇവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ദോഷമായിട്ട് പ്രവചിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ പിടിച്ച് ഘട്ടത്തിലാക്കി ആപത്തിലിട്ട് കൂട്ടിച്ചു. അവൻ ദൈവാത്മാവോട് വെളിപ്പെട്ടത് ഇങ്ങനെയാണ്, അവൻ ഈ ആഹാബിനെ തകർത്ത് കളയേണ്ടതില്ല, ആഹാബിനെ നശിക്കേണ്ടതില്ല. ഭോഷ്കിന്റെ ആത്മാവിലെ 400 പ്രവാചകന്മാരിൽ വന്നിരുന്നു. അവൻ ഭയം പറഞ്ഞ് ആഹാബിനെ നശീകരിക്കേണ്ടതില്ല, ആഹാബിനെ തകർത്ത് കളയേണ്ടതില്ല. ഭോഷ്കിന്റെ ആത്മാവിനെ പകരുവാനിടയായി. അതുകൊണ്ട് ആ ഭോഷ്കിന്റെ വ്യാപാരം ഇപ്പോഴും ദൈവസഭയ്ക്കകത്ത് എല്ലാ സഭകളിലും ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുക. ദൈവജനം തിരിച്ചറിയുക. നിങ്ങൾ കുറഞ്ഞത് ഒരു ദിവസം വേദപുസ്തകം വായിക്കുക, ചിന്തിക്കുക, വായിച്ചിട്ട് ധ്യാനിക്കുക. ഒരു അധ്യായമെങ്കിലും വായിക്കുക. നിങ്ങൾക്ക് വായിക്കുവാൻ കാഴ്ചക്കുള്ളെങ്കിൽ നിങ്ങളുടെ മക്കളെയോ കൊച്ചുമക്കളെയോ അടുത്തിരുത്തി ഒരു അധ്യായം നന്നായി വായിച്ചു കേൾക്കുക. 1-2 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക. ആ വായിക്കുന്ന വാക്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, അതിനെ കുറിച്ച് ധ്യാനിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തിരുവഴുത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കാനുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് കൈമാറുവാനിടയാക്കിയിരുന്നു. നമുക്ക് പല തെറ്റായ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും തെറ്റിപ്പൊടിഞ്ഞ നിത്യതയിൽ അവൻ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് അതിനായി എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. കേൾക്കപ്പെട്ട തിരുവഴുത്തുകളുടെ പ്രകാരം അവൻ സത്യവും മിഥ്യയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവ സകല കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ, മുഴക്കാലുകളും അടയട്ടെ. സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് നോക്കാം. പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വിലപ്പെടുത്താം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.